ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെൻ്റ്ലി നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു വാഹനം സ്കോഡ കുഷാക്കിൻ്റെ ക്ലാസിക് പ്ലസ് വേരിയൻ്റ് ആണ്. കാരണം ഈ ഒരു വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, ബേസ് വേരിയൻ്റാണ്, ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സാണ് ഈ ബേസ് വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് കൈലാക്കിൻ്റെ പ്രൈസുമായിട്ടൊന്നും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 13 ലക്ഷം രൂപ ബഡ്ജറ്റിലൊരു മാനുവൽ കാറോ 15.5 ലക്ഷം രൂപ ബഡ്ജറ്റിലൊരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് ഒരു സ്കോഡയിൽ നിന്നുള്ളൊരു വാഹനം വേണം. അതൊരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു SUV ആണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വാഹനമാണ് നമ്മുടെ കുഷാക്കിൻ്റെ ഈ ക്ലാസിക് പ്ലസ് വേരിയൻറ്റ്. കുഷാക്കിൻ്റെ ബേസ് വേരിയൻ്റാണ് ഈ ക്ലാസിക് പ്ലസ് വേരിയൻറ്റ്. പക്ഷേ ബേസ് വേരിയൻറ്റിലെ നെക്സ്റ്റ് ലെവൽ ലുക്കിലേക്കാണ് സ്കോഡ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റ് പല മാനുഫാക്ചേഴ്സും കണ്ടുപഠിക്കണം ബേസ് വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് കൊടുക്കണമെന്ന്. കാരണം സ്കോഡയുടെ ഈ ഒരു ബേസ് വേരിയൻറ്റിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ലെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാലും ഇൻറ്റീരിയറിലേക്ക് കയറി കഴിഞ്ഞാലും ആരും ഇതൊരു ബേസ് വേരിയൻ്റാണെന്ന് പറയില്ല. അത്രയ്ക്കധികം ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ബേസ് വേരിയൻറ്റ് ടു ടോപ്പ് എൻഡ് വരെ എക്സാക്ട് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു കളർ ടോൺ ആണെങ്കിലും ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ബേസ് വേരിയൻ്റ് ആണെന്ന് ആരും പറയത്തില്ല. ഇനിയിപ്പോൾ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ഫ്രണ്ടിലെ ലൈറ്റ് യൂണിറ്റ് കംപ്ലീറ്റ്ലി LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, അതിനോട് ചേർന്ന് LED DRL, ടോപ്പിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ്, ഫുൾ LED യൂണിറ്റാണ്. താഴേക്ക് വന്നതിന് LED ഫോഗ് ലൈറ്റും. അതായത് ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് LED ഫോഗ് ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് ഇവിടെ ഒരു കണക്റ്റഡ് DRL വരുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ബേസ് വേരിയൻറ്റിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരേ ഒരു ഡിഫറൻസ് ആ DRL ഇല്ല എന്നുള്ളത് മാത്രമാണ്. ഫ്രണ്ടിലെ ഒരു ബട്ടർഫ്ലൈ ഗിൽഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ പോർഷൻസിലേക്ക് വരുമ്പോൾ നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 188 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏത് വേരിയൻ്റ് ആണെന്ന് ഒറ്റനോട്ടത്തിലൊന്നും ആർക്കും മനസ്സിലാവില്ല. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് അലോയ് വീൽസ്, അതും ബേസ് വേരിയൻറ്റിൽ, അത് ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. 205 60R16 ആണ് ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് സ്കോഡയുടെ ലോഗോ കാണാം. ഇവിടെ സ്കോഡ എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. വശങ്ങളിലായിട്ട് നമുക്ക് ആ ഒരു ക്രോം ഇൻസൈറ്റ് കാണാം. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസൈറ്റ് ചെയ്തിട്ടുണ്ട്. മിറേഴ്സ് നമുക്ക് ബോഡി കളറിൽ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസും ബോഡി കളറിലാണ് കൊടുത്തിരിക്കുന്നത്. റിക്കോ സെൻസർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. നമുക്ക് ഒരു UV കട്ട് ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 30% ഗ്രീനിഷ് കളറിൽ ടിറ്റഡ് ഗ്ലാസ് എന്ന് പറയാം. ടോപ്പിലേക്ക് വന്നാൽ ബ്ലാക്ക് ഫിനിഷിൽ റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. സൺ റൂഫ് ബേസ് വേരിയൻ്റ് തൊട്ടേ വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് നോർമൽ ആൻറ്റിനയാണ് വരുന്നത്. മറ്റ് വേരിയൻറ്റുകളെല്ലാം നമുക്ക് ഷാർഫിൻ ആൻറ്റിനയാണ്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ നിന്നും ആരും ഇതൊരു ബേസ് വേരിയൻ്റ് ആണെന്ന് പറയത്തില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ഒറ്റ നോട്ടത്തിൽ ഇത് ആരും ഒരു ബേസ് വേരിയൻ്റാണെന്ന് പറയില്ല. കാരണം അത്യാവശ്യം ഫീച്ചർ ലോഡഡായിട്ടാണ് ബാക്ക് വശവും വരുന്നത്. ഇപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് ബാക്ക് വൈപ്പറാണ് ബേസ് വേരിയൻ്റോട്ടേ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിൽ മിസ്സിംഗ് ആയിട്ട് വരുന്ന കണക്റ്റഡ് ടെയിലൈറ്റ് ആണ്. അതിനകത്ത് ആ സ്കോഡ എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും നമുക്ക് മിസ്സിംഗ് ആയിട്ട് വരുന്നുണ്ട്. അത് നെക്സ്റ്റ് വേരിയൻ്റ് തൊട്ട് നമുക്ക് ആ ഒരു കണക്റ്റഡ് ടെയിലൈറ്റ്, അതിനകത്ത് സ്കോഡ എന്ന് പറഞ്ഞ ലെറ്ററിങ് വരും. ഇപ്പോൾ ബാക്കിലെ സ്റ്റോപ്പ് ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഈ ഒരു പോർഷൻസ് നമുക്ക് റിവേഴ്സലായിട്ടായിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാക്കിലൊരു ഫോഗ് ലൈറ്റ് വരുന്നുണ്ട്. റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 3 പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത്. ബാക്കിൽ ഫുള്ള് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ലൈറ്റുകൾ അല്ലെങ്കിൽ ഈ വാഹനത്തിലെ ഫുൾ ലൈറ്റുകൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത്. പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ബൂട്ട് സൈസ് നോക്കുകയാണെങ്കിൽ 491 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിന് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് ഒരു ബൂട്ട് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. സ്പെയർ വീല് സെയിം സൈസായിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബാക്കിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ട് വന്ന പാഴ്സൽ ട്രേ മാത്രമാണ്. അത് ഷോറൂമിൽ നിന്നോ പുറത്തു നിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇൻറ്റീരിയർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ കീ കൊടുത്തിരിക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ 2 ഫ്ലിപ്പ് കീസ് കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. അതും ബേസ് വേരിയൻറ്റിൽ. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. ഡ്രൈവർ സീറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്, ബേസ് ഓട്ടോമാറ്റിക്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മളുടെ
ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ്. ഹെഡ്ലൈറ്റ് ഓഫാണ്, നമ്മളുടെ DRL, പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റ്, ഒന്നുകൂടി പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലെ ഫോഗ് ലൈറ്റ്. അങ്ങനെ അത്രയും ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ക്ലാസിക് പ്ലസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇൻറ്റീരിയർ വരുന്നത്. നമുക്ക് വേറെ കളർ ടോണോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് സെൻറ്ററിൽ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെയെല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. നെക്സ്റ്റ് വേരിയൻറ്റോട്ട് നമുക്ക് ഇവിടെയെല്ലാം വേറൊരു കളർ ടോണ് കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളും സിമിലർ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, അതിനകത്ത് ക്രോം ഇൻസെറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല, റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. അത് ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു ബേസ് വേരിയൻറ്റിലും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബേസ് വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഇടതുവശത്തായിട്ട് നമുക്ക് നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. വലതുവശത്തായിട്ട് നമുക്ക് നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റിയറിംഗ് വീലിലെ മറ്റ് കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള, നമ്മുടെ മ്യൂസിക് നെക്സ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഒരു അനലോഗായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് ലഭിക്കുന്നത്. സ്പീഡോമീറ്റർ, RPM അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ അതിനകത്തുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ ടോഗിൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വെഹിക്കിൾ സ്റ്റാറ്റസ്, ഡ്രൈവിംഗ് ഡാറ്റ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 7 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർഡായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അത്യാവശ്യം ടച്ച് റെസ്പോൺസ് ഉള്ള ഒരു സ്ക്രീൻ എന്ന് പറയാം. വലിയ ക്ലാരിറ്റി ഉള്ള സ്ക്രീൻ എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. എന്നാലും ബേസ് വേരിയൻറ്റിൽ ഇങ്ങനെ ഒരു സ്ക്രീൻ കൊടുത്തു. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കൊടുത്തു. അത് വളരെ വലിയ കാര്യമാണ്. പ്ലസ് 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടി മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ഇതിനകത്തേക്ക് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനിനൊക്കെ പറയാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക്, ഹസാർഡിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ബേസ് വേരിയൻറ്റോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. നമ്മളുടെ 8 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം. അതിന് ടോപ്പിലെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വേണം. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമല്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. ക്വാർട്ടർ റിസേൽ സൺവൈസേഴ്സ് വിത്ത് മിറർ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IRVMs ബേസ് വേരിയൻറ്റോട്ടേ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ നമുക്ക് LED ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ. ഇനിയിപ്പോൾ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സാണ്. കൂടുതൽ ലൈറ്റ് ഫീച്ചറൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം. പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. സ്പീക്കറിൽ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. അകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. 3 പേർക്ക് സുഖമായിട്ടിരിക്കാനുള്ള സ്പേസ് ബാക്കിൽ ലഭിക്കുന്നുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ബാക്കിലേക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. മിസ്സിംഗ് ആയിട്ട് വരുന്നത് നമ്മുടെ പാഴ്സൽ ട്രേ ആണ്. സെൻറ്റർ ആംറസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. സ്കോഡ കുഷാക്കിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സേഫ്റ്റി എടുത്തു പറയേണ്ട കാര്യമാണ്. കാര്യം ഗ്ലോബൽ NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയൊരു വാഹനമാണ്. അത് അഡൾട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും 5 സ്റ്റാറാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മൾ കൈലാക്കിലൊക്കെ കണ്ട സെയിം എഞ്ചിനാണ് ഈ ബേസ് വേരിയൻറ്റിലും കൊടുത്തിരിക്കുന്നത്. 1 ലിറ്റർ 3 സിലിണ്ടർ TSI ടർബോ പെട്രോൾ എഞ്ചിനാണ്. 115 HP പവറും 170 Nm അടുത്ത് ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാല് കൊടുത്താൽ നല്ല പറന്ന് കയറുന്ന ഒരു എഞ്ചിനാണ്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 8 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ്. സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് 8 സ്പീഡ് ഓട്ടോമാറ്റിക് വരുന്നത് നമ്മളുടെ കുഷാക്കിലാണ്. മൈലേജ് നോക്കുകയാണെങ്കിൽ 19.66 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു 14-നും 15-നും ഇടയ്ക്ക് ആവറേജ് മൈലേജ് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി ഈ വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ക്ലാസിക് പ്ലസ് ബേസ് വേരിയൻറ്റിന് 10,69,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,22,000 രൂപ. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസിക് പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. 12,69,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,63,000 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്.
ഇനി സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള സിഗ്നേച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്താണ് പ്രൈസ് ഡിഫറൻസ് വരുന്നത്. അതായത് സിഗ്നേച്ചർ മാനുവലിന് 17,92,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 19,43,000 രൂപയും. ഏകദേശം 4 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ബേസ് വേരിയൻറ്റും സെക്കൻഡ് വേരിയൻറ്റും തമ്മിൽ വരുന്നുണ്ട്. ഇനിയും ഈ പ്രൈസ് നമ്മുടെ കൈലാക്കുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ഈ ഒരു ക്ലാസിക് പ്ലസ് മാനുവൽ വേരിയൻറ്റിൻ്റെ പ്രൈസിന് കൈലാക്കിൻ്റെ സിഗ്നേച്ചർ പ്ലസ് മാനുവൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. 13,28,000 രൂപയ്ക്ക് സിഗ്നേച്ചർ പ്ലസ് മാനുവൽ ലഭിക്കും. ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന പ്രസ്റ്റീജ് ഓട്ടോമാറ്റിക്കിന് 15,66 ഉള്ളൂ. അതായത് ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനം വാങ്ങുന്ന പ്രൈസിന് ഈ സെയിം എഞ്ചിനും അത്യാവശ്യം ചെറിയൊരു സൈസ് ഡിഫറൻസ് വരുന്നൊരു വാഹനം നിങ്ങൾക്ക് 15,66,000 രൂപയ്ക്ക് ടോപ്പ് എൻഡിന് താഴെ നിൽക്കുന്ന പ്രസ്റ്റീജ് വാങ്ങാം. അതാണ് കൈലാക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി പ്രസ്റ്റീജ് പ്ലസിലേക്ക് പോയി കഴിഞ്ഞാൽ 15,95-ന് പ്രസ്റ്റീജ് പ്ലസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സ്കോഡ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. സ്കോഡയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.